കർത്താവിൽ പ്രിയരെ, ഇന്നത്തെ ഈ പുതിയ ദിവസവും എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപോലെ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാരംഭമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് അന്യോന്യം പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വലിയൊരു ബലമാകും. അതിൻ്റെ റിസൾട്ട് നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി ലഭിക്കുകയും ചെയ്യുമെന്നത് തിരുവചനത്തിലൂടെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിട്ടുള്ള സത്യമാണ്. മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഉപകാരമാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. നമുക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത ഇടത്ത് നമ്മുടെ പ്രാർത്ഥന കടന്നു ചെല്ലും. നമുക്ക് പോയി കണ്ട് സംസാരിക്കാൻ കഴിയാത്ത വ്യക്തികളോട് പ്രാർത്ഥന മുഖാന്തരം ദൈവം അതിനുള്ള അവസരം ഉണ്ടാക്കിയെടുക്കും. അതുകൊണ്ട് വിശ്വസിക്കുക, അന്യോന്യം പ്രാർത്ഥിക്കുക. തുടർന്നുള്ള ദിവസങ്ങളിൽ അതിൻ്റെ റിസൾട്ട് ദൈവം ഓരോരുത്തർക്കും നൽകട്ടെ. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി 23 സങ്കീർത്തനം 4 വാക്യം വായിക്കട്ടെ. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. വിശുദ്ധ ബൈബിളിനെ കുറിച്ച് ഒരു ചെറിയ വിവരണമെങ്കിലും ലഭിച്ചിട്ടുള്ള ഏതൊരാളും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഭാഗം ഏതാ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അവരിൽ ഭൂരിഭാഗം ആളുകളും പറയുന്നത് 23 സങ്കീർത്തനം ആണ് എന്ന് തന്നെ ആയിരിക്കും. കാരണം ഏറ്റവും ലളിതവും എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതുമായ ഒരു താരതമ്യപ്പെടുത്തലാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ആടുകളെ മേയ്ക്കുന്ന അവസ്ഥയിൽ നിന്നും രാജസ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട ദാവീദ് തൻ്റെ ജീവിതത്തിൻ്റെ ഒരു നേർചിത്രം കൂടിയാണ് ഈ സങ്കീർത്തനത്തിലൂടെ വരച്ചു കാട്ടുന്നത്. താൻ ഇടയനായിരുന്നപ്പോൾ ഏതെല്ലാം നിലകളിലാണ് തൻ്റെ ആടുകൾക്ക് താൻ സംരക്ഷണ കൊടുത്തതെന്ന് തനിക്ക് നന്നായി അറിയാം. ശമൂവേൽ 1 പുസ്തകം 17 അധ്യായം പഠിക്കുമ്പോൾ തൻ്റെ ആടുകളെ താൻ എങ്ങനെയാണ് പരിപാലിച്ചത്, സംരക്ഷിച്ചത് എന്ന് വളരെ വ്യക്തമായി ദാവീദ് തന്നെ വിവരിക്കുന്നുണ്ട്. മല്ലനായ ഗോലിയാത്തിനെ നേരിടുവാൻ മാനസികമായി തയ്യാറെടുത്ത് പോർക്കളത്തിലേക്ക് ഇറങ്ങിച്ചെല്ലും മുമ്പ് അന്ന് രാജാവായിരുന്ന ശൗൽ ദാവീദുമായി നടത്തുന്ന ഒരു സംഭാഷണമുണ്ട്. സംഭാഷണ ആരംഭത്തിൽ തന്നെ ശൗൽ പറയുന്നുണ്ട്, ഫെലിസ്ത്യനോട് ചെന്ന് അംഗം പൊരുതുവാൻ നിനക്ക് പ്രാപ്തിയില്ല, നീ ബാലനത്രേ, അവനോ ബാല്യം മുതൽ യോദ്ധാവാകുന്നു. ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ബാല്യം മുതൽ താൻ ഇടയനാണ്. ഗോലിയാത്തിനെ സംബന്ധിച്ചിടത്തോളം ബാല്യം മുതൽ അവൻ യോദ്ധാവാണ്. എന്നാൽ ഇത് കേട്ടപ്പോൾ ദാവീദ് തൻ്റെ സാക്ഷ്യം പറയുക. അപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ഒരു സിംഹവും ഒരിക്കൽ ഒരു കരടിയും വന്ന് കൂട്ടത്തിൽ നിന്ന് ആട്ടിൻകുട്ടിയെ പിടിച്ചു. ഞാൻ പിന്തുടർന്ന് അതിനെ അടിച്ച് അതിൻ്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ വിടുവിച്ചു. എൻ്റെ നേരെ വന്നപ്പോൾ ഞാൻ അതിനെ താടിക്ക് പിടിച്ച് അടിച്ചു കൊന്നു. ഇങ്ങനെ അടിയൻ സിംഹത്തെയും കരടിയെയും കൊന്നു. സിംഹത്തിൻ്റെയും കരടിയുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച യഹോവ ഈ ഫെലിസ്ത്യൻ്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കും. അതായിരുന്നു ദാവീദിൻ്റെ വിശ്വാസ പ്രഖ്യാപനം. കൂരിരുൾ താഴ്വരയിൽ എന്ന പദം മറ്റു പരിഭാഷകളിൽ കുറെ കൂടി വ്യക്തമാക്കിയത് ഇങ്ങനെയാണ്: മരണനിഴലിൻ താഴ്വരയിലൂടെ നടന്നാലും ഞാൻ അനർത്ഥം ഭയപ്പെടുകയില്ല. വാസ്തവത്തിൽ കുറെ കൂടി ശരി അതാണ്. കരടിയും സിംഹവും തൻ്റെ ആട്ടിൻകുട്ടിയുടെ നേരെ, ആട്ടിൻകൂട്ടത്തിന് നേരെ പാഞ്ഞെടുത്തപ്പോൾ മരണനിഴലിൻ്റെ അവസ്ഥ താൻ നേരിട്ട് കാണുകയായിരുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിലും തൻ്റെ ജീവനെ പോലും വകവയ്ക്കാതെ തൻ്റെ ആട്ടിൻകുട്ടിയെ രക്ഷിക്കാൻ ഒരു മനുഷ്യനായ എനിക്ക് കഴിഞ്ഞെങ്കിൽ ഞാൻ സേവിക്കുന്ന ദൈവം, എന്നെ ഈ രാജസ്ഥാനത്താക്കിയ ദൈവം, സർവശക്തനായ ദൈവം ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിൽ നിന്നും എന്നെ വിടുവിക്കും എന്ന് താൻ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഈ സങ്കീർത്തന വാക്യങ്ങളിലൂടെ. എൻ്റെ ആട്ടിൻകൂട്ടത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി എൻ്റെ ജീവന് പോലും വില കൽപ്പിക്കാതെ എൻ്റെ സംരക്ഷണയിലുള്ള ആടുകളെ ഞാൻ വിടുവിച്ചെങ്കിൽ ഞാൻ സർവശക്തനായ ദൈവത്തിൻ്റെ പരിപാലനത്തിലും സംരക്ഷണത്തിലുമാണ്. എനിക്ക് ഭയപ്പെടേണ്ടി വരികയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ എന്നാണ് ദാവീദ് ദൈവമുഖത്തേക്ക് നോക്കി വിളിച്ചു പറയുന്നത്. ഈ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി എൻ്റെ ആടുകളെ രക്ഷിപ്പാൻ എനിക്ക് കരുത്തുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ വ്യാപരിച്ചത് ഞാൻ എൻ്റെ ആടുകളെ സ്നേഹിക്കുന്ന സ്നേഹം മാത്രമാണ്. തീർച്ചയായും അതേ സ്നേഹമാണ് എന്നോടും എൻ്റെ ദൈവത്തിനുള്ളത് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഈ ദിവസങ്ങളിൽ ഏത് നിലയിലുള്ള പ്രതിസന്ധി നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും, മരണകരമായ ഒരു രോഗമാകാം, നിങ്ങളുടെ കണക്കിനപ്പുറത്ത് ഇനി ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് വിചാരിക്കുന്ന മേഖലകളിലേക്ക്
ദൈവത്തിൻ്റെ കരം വ്യാപരിക്കുമെന്ന് പൂർണ്ണമായും വിശ്വസിക്കുമെങ്കിൽ ഒന്നും അസാധ്യമാവുകയില്ല, ഒന്നും ദോഷമാവുകയുമില്ല. തക്ക സമയത്ത് ദൈവം തൻ്റെ പ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തും. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എല്ലാ പ്രിയപ്പെട്ടക്കാർക്കും സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്ന ഏത് പ്രതിസന്ധികളുടെയും മധ്യത്തിൽ ഞങ്ങളെ വിടിവെപ്പാൻ കഴിയുന്ന അങ്ങയുടെ സ്നേഹം ഞങ്ങൾ തിരിച്ചറിയുന്നു. അങ്ങയുടെ സർവശക്തി ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈ വാക്കുകൾ ശ്രവിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും കർത്താവ് കരുണ കാണിക്കണമേ. പ്രശ്നസങ്കീർണമായ അനുഭവങ്ങളിൽ നിന്നും ഒരു വിടുതൽ അവർക്ക് നൽകി സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.